കിളി നോവാൽ നെയ്തൊരു കൂട് കൂട്ടിൽ കുഞ്ഞിന് കൂട്ടായി വന്നിളം കാറ്റും പെയ്തത് ചൂട്. PK സർ പോയോ മാഡം? കൈലാഷ് വീട് വിട്ടിറങ്ങിപ്പോയി. അറിയാം, മുക്ത എന്നോട് പറഞ്ഞു. ഞാൻ മാഡത്തിനെ വിവരം അറിയിക്കാൻ വന്നപ്പോഴേക്കും PK സർ വന്നു. കൈലാഷ് ഇവിടെയാണെന്ന് കരുതിയിട്ടാ അദ്ദേഹം അന്വേഷിച്ചു വന്നത്. പക്ഷേ വീട് വിട്ടിറങ്ങുന്നതിനെ കുറിച്ച് കൈലാഷ് എന്നോട് പറഞ്ഞിട്ടുകൂടി ഉണ്ടായിരുന്നില്ല. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചേനെ. എനിക്ക് നല്ല പേടിയുണ്ട്. കൈലാഷ് എങ്ങോട്ട് പോകാനാ സാധ്യതയെന്ന് പാറുവിനറിയോ? എനിക്ക് കൈലാഷ് സാറിനെ കുറിച്ച് അത്രയ്ക്കൊന്നും അറിയില്ല മാഡം. ഇവളെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞപ്പോ മാഡം കേട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, ഇവള് കാരണം എല്ലാവരുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവള് കാരണം കൈലാഷിന്റെ കുടുംബം പരസ്പരം വഴക്ക് കൂടി നശിക്കും. ഇനിയെങ്കിലും ഇവളെ തലയിൽ കയറ്റി വെക്കാതെ ഇവിടെ നിന്ന് പുറത്താക്കാൻ നോക്കും മാഡം. ഇല്ലെങ്കിൽ ഹോസ്റ്റലുള്ളവരുടെ എല്ലാം ജീവിതം ഇവള് കുട്ടിച്ചോറാക്കും. ഈ ഹോസ്റ്റലിൽ ആരെ താമസിപ്പിക്കണം, ആരെ താമസിപ്പിക്കണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ ഉപദേശം എനിക്ക് വേണ്ട. ഇങ്ങനൊരവസ്ഥയിൽ എന്ത് സംസാരിക്കണമെന്ന് വല്ല ബോധമുണ്ടോ? ഇങ്ങനെ ആവശ്യമില്ലാത്തത് പറഞ്ഞ കേട്ടു നിൽക്കുന്നവര് എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. നിന്റെ കൂട്ടുകാരനെ കാണാതായതിന്റെ ഷോക്കിലാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കരുതി ഞാൻ നിന്നെ വെറുതെ വിടുക. കുട്ടിക്കാലം മുതല് നീ കൈലാഷിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അതെ. അവന് ദേഷ്യം വന്നാ എങ്ങോട്ട് പോകാനാണ് സാധ്യതയെന്ന് നിനക്കറിയോ? നോ. ആദ്യം കൈലാഷിനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്ക്. എന്നിട്ട് പാറുവിനെ കുറ്റപ്പെടുത്താൻ നടന്നു. കമ്പനിയില് അരവിന്ദ് എന്നൊരു കൂട്ടുകാരൻ അവനുണ്ടല്ലോ. അവനും നിന്നെ പോലെ കൈലാഷിന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരനല്ലേ? എന്ന് അവനെ വിളിച്ച് അന്വേഷിക്ക്. കൈലാഷ് ചിലപ്പോ അവന്റെയോ വേറെ ഏതെങ്കിലും കൂട്ടുകാരുടെയോ വീട്ടിലേക്ക് പോയി കാണും. വെറുതെ ഇവളെ നോക്കി സമയം കളയാതെ ആവശ്യമുള്ള എന്തെങ്കിലും ചെയ്യ്. നീയും കൈലാഷിനെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്ക്. ഞങ്ങള് വിളിച്ച അവൻ കോൾ എടുക്കില്ല. പക്ഷെ നീ വിളിച്ച അവൻ ചിലപ്പോ എടുത്തുന്ന് വരും. അവനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് തിരിച്ചു വരാൻ നിർബന്ധിക്കണം. നിനക്കവനെ വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നടന്നതൊന്നും മനസ്സിൽ വെക്കാതെ പരസ്പരം സഹായിക്കുകയല്ലേ വേണ്ടത്. കൈലാഷിനെ കാണാതെ അവന്റെ അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി നീ കൈലാഷിനെ ഒന്ന് വിളിക്കണം പ്ലീസ്. ശരി മാഡം. ഹലോ. ഹലോ അമ്മേ, പ്രിയൻചേട്ടൻ അവിടെ ഇല്ലേ? എന്താ മോളെ, നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതാ അമ്മേ. എന്താ എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണോ? അയ്യോ അല്ല അമ്മേ, കൈലാഷ് സാറ് വീട്ടിൽ വഴക്കിട്ട് ഇറങ്ങിപ്പോയി. ഇതുവരെ ആരെയും വിളിച്ചിട്ടില്ല. അദ്ദേഹം എവിടെയാന്ന് ആർക്കും അറിയില്ല. PK സാറ് ഞങ്ങള് വാർഡനെ കണ്ട് കൈലാഷ് സാറിനെ കുറിച്ച് അന്വേഷിച്ചു പോയതേ ഉള്ളൂ. ആര് വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. പ്രിയൻചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്താ അമ്മേ? എടാ, കൈലാസിനെ കാണാനില്ലെന്ന്. ഹലോ പാറു. പ്രിയൻചേട്ടാ, കൈലാഷ് സാറ് പ്രിയൻചേട്ടനോട് എങ്ങോട്ടേലും പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നോ? ഇല്ല.
എനിക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും അറിയില്ല. എന്താ കാര്യം? അമ്മ കേൾക്കുന്നുണ്ടോ? അപ്പ, ഇല്ല. ഞങ്ങൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എനിക്ക് പേടിയാവുന്നുണ്ട് പ്രിയൻ ചേട്ടാ. നീ ടെൻഷൻ ആവണ്ട. ഞാൻ ഇപ്പൊ തന്നെ നിന്റെ ഹോസ്റ്റലിലേക്ക് വരാം. നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തെ കണ്ടുപിടിക്കാം. പ്രിയൻ ചേട്ടൻ കൈലാഷ് സാറിനെ ഒന്ന് വിളിച്ചു നോക്ക്. പ്രിയൻ ചേട്ടന്റെ കോള് കണ്ട ചിലപ്പോ അദ്ദേഹം എടുക്കും. എടുക്കാൻ സാധ്യതയില്ല. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഏതായാലും നീ റെഡി ആയിട്ട് നിന്നോ. ശരി. എന്തു പറ്റി മോനെ? കൈലാഷ് സാറ് ഫോൺ എടുക്കുന്നില്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് നല്ല വിഷമത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ പാറുവിന്റെ കൂടെ അദ്ദേഹത്തെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. എടാ, കൈലാസിനെ വേഗം കണ്ടുപിടിക്കണേ മോനെ. അവനൊരു നല്ല മനുഷ്യനാ. നമ്മളെ ഒരുപാട് സഹായിച്ച ആളല്ലേ. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അവന്റെ വീട്ടിൽ എന്ത് പ്രശ്നമാണോ ഉള്ളതെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ചു കൊടുക്ക്. കൈലാഷ് സാറിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാനാണെന്ന് അമ്മയോട് എങ്ങനെ പറയും? എന്താ മോനെ? ഒന്നുമില്ലമ്മേ, ഞാൻ ഇറങ്ങട്ടെ. ദൈവമേ, കൈലാസിനൊന്നും സംഭവിക്കരുതേ. കൈലാഷ് സാറ് പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തേക്കും നമ്മൾ പോയി നോക്കിയോ? ഇനി എവിടെ പോയി അന്വേഷിക്കണമെന്ന് എനിക്കും അറിയില്ല. കൈലാഷ് സാറിന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? വിളിച്ച ഫോണെങ്കിലും ഒന്ന് എടുത്തൂടെ? ഞാൻ പറയുന്നോണ്ട് പ്രിയൻ ചേട്ടന് വിഷമമൊന്നും തോന്നരുത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പ്രിയൻ ചേട്ടൻ തന്നെയാ. ഞാനാ? അതെ, പ്രിയൻ ചേട്ടൻ തന്നെ. നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പ്രിയൻ ചേട്ടൻ പറയില്ല. എന്നെ പറയാൻ സമ്മതിക്കുകയില്ല. നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കാതെ ഞാൻ കൈലാഷ് സാറിനോട് സത്യമെല്ലാം പറഞ്ഞപ്പോ അദ്ദേഹവും ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കാതെ പോയി. അന്ന് തന്നെ കൈലാഷ് സാർ നമ്മളെപ്പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് സങ്കല്പിച്ച് കൂട്ടണ്ട. കൈലാഷ് സാറ് വീട് വിട്ടു പോകാൻ കാരണം സീതാ മേഡമായിട്ട് വഴക്ക് കൂടിയതാ. അവരുടെ സംസാരം എത്ര മോശമാണെന്ന് നിനക്കും അറിയാലോ. അവരുമായി കൈലാഷ് സാറ് പിണങ്ങിയതിന് നമ്മൾ എന്ത് ചെയ്യാനാ? കൈലാഷ് സാർ ഇപ്പോ സ്വന്തം കുടുംബത്തിന്റെ സപ്പോർട്ട് പോലും നഷ്ടപ്പെട്ടിട്ടാ നിൽക്കുന്നത്. അദ്ദേഹം അവരെല്ലാം എതിർക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാ.